ഹലോ, ഞാൻ ടാനിയ ജോയ്. എല്ലാവരും ഇല്ലേ ഇപ്പോൾ ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു വീഡിയോസ് ഒന്നും ഇല്ലേന്നെ. അപ്പൊ 2 ദിവസം മുമ്പ് തുടങ്ങി ഞാൻ വീഡിയോസ് ഒക്കെ പഴയതുപോലെ ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആരോഗ്യമൊക്കെ എല്ലാവരോട് ശരിയാക്കണം എന്ന് പറഞ്ഞാലും വലിയതായി പറഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പൊ അതുപോലെയല്ല, എല്ലാവരും നല്ല ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കുഷിനുണ്ട്, കുഷിൻ കവേഴ്സ് ഉണ്ട്. കുഷിൻ കവേഴ്സ് ഇപ്പൊ നമുക്കിപ്പോ ഒരു പീസ് മതി എന്ന് ചില ആൾക്കാരുടെ ഒരു ആഗ്രഹം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ആ ഒരു പീസ് തരും കേട്ടോ. 2 പീസ് മേടിക്കണോന്നേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. മാഗ്നിസ്കേപ്സ് നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതുപോലെ മാത്രമേ തരത്തുള്ളൂ, ഒന്നും ഫോഴ്സ് ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് തൊട്ട് വാങ്ങിക്കാം. പിന്നെ നമ്മൾ എന്നാ പറയുന്നേ, ഇന്ന് നല്ല കറിയൊക്കെ ആണോ വെച്ചേ, അപ്പൊ അടുത്ത ദിവസം ഞാനൊരു സർപ്രൈസ് ആയിട്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞു സർപ്രൈസ് ഒക്കെ തരാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ദിവസം വരും കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഈ കോട്ടൺ ബെഡ്ഷീറ്റ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ്. ആരെങ്കിലും വരുമ്പോൾ നമുക്ക് വിരിക്കാൻ മാത്രമല്ല, നമുക്കും ഇതേ കിടന്ന് നല്ല സുഖമായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഒന്ന് കണ്ണൊക്കെ വെച്ച് കൊള്ളാമല്ലോ എൻ്റെ റൂമൊക്കെ കാണാനൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കാം. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആട്ടോ. ഇത് നല്ല ഹാൻഡ് ബ്ലോക്കിന്റെ ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ വില ഇതിനകത്ത് ഉണ്ടാകും. പക്ഷെ ഓരോ ബെഡ്ഷീറ്റിന് ഓരോ വില ആയതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം എനിക്ക് ചില സമയത്ത് ഇങ്ങനെ തെറ്റി പോകുന്നൊന്നും ഇഷ്ടമില്ല കേട്ടോ. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഷീറ്റ്സിന്റെ പ്രിന്റുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. 6 മാസം മുമ്പ് നമ്മൾ ഇത് കാണിച്ചപ്പോൾ ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡിസൈനാണ്. എന്താണെന്നറിയത്തില്ല, ഈ ഇല ഇച്ചിരി നീണ്ടു മെലിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ടാണോ എന്താണോ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റുകളെല്ലാം തന്നെ ക്യൂൺ സൈസിലും കിങ് സൈസിലും അവൈലബിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഓർഡർ തരുന്നവർക്കാണ് വേഗം നമ്മൾ തരത്തുള്ളേ. കാരണം അത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇത് ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആദ്യം പൈസ ആര് തരുന്നോ അവർക്ക് തരും. ഈ ഒരു കാര്യത്തിൽ എന്നോട് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഹോൾഡൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഈ ഓർഡേഴ്സ് എടുക്കുന്ന പിള്ളേരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്, നല്ല അഫോർഡബിൾ ആണ്. ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഷീറ്റ്സ് ആണ്. ഇതിന്റെ പില്ലോ കവർ നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെ വരും. അതിന്റെ സൈഡ് ബോർഡർ ഉണ്ടല്ലോ, ഇതുണ്ടോ, നന്നായിട്ട് ഒരു പ്രിന്റ് ആയിട്ട് ചുറ്റും വരും. അതായത് ഈ സാധനം അവിടെ ഇരിക്കുമ്പോൾ നല്ല 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 ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു തോന്നുന്നു കേട്ടോ. ഇനി അടുത്ത ഷീറ്റ്, ഈ ഷീറ്റ് അടിപൊളിയാട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പ്രിന്റ് ആട്ടോ, നല്ല വലിയ പ്രിന്റ് ആയി. നോക്കി അകലേന്ന് നോക്കിയേ, ഇതുപോലെ ഈ പക്ഷി ഇങ്ങനെ വന്നിട്ട് ഇതൊരു പ്രത്യേക തരം ഡിസൈൻ ആട്ടോ. ഈ പക്ഷി ഒരു നല്ല ഒരു ഇലയിൽ ഇങ്ങനെ ഇരിക്കുവാട്ടോ. നല്ല ഭംഗിയായി ഇത് കാണാനേ. സൈഡിൽ ഇതുപോലെയാണ്, 4 സൈഡിലും അറ്റാച്ച് ചെയ്യാതെ ഇതുപോലെയാണ് കേട്ടോ, അറ്റാച്ച് ചെയ്യാതെ. ഈ ഷീറ്റിന്റെ ഫുള്ളായിട്ട് ഭംഗി കാണണമെങ്കിൽ ഞാൻ ഈ ഷീറ്റ് ഫുള്ളായിട്ട് ഒന്ന് തുറക്കുവാട്ടോ. അപ്പൊ ആക്ച്വലി അത് താഴെയാട്ടോ ഈ പക്ഷീനെ വരുന്നത്. അപ്പൊ ഈ പക്ഷിക്ക് ഒരു പുതിയ നല്ല രസമായി ഈ പക്ഷിയെ കാണാന്. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ളത് കണ്ടോ. ഇത് കണ്ടോ, മുകളിൽ ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ഒരു ഇച്ചിരി സൈഡ് വരും. അതൊരു കുറച്ചുള്ളൂ, നമ്മുടെ തലോണ വെക്കുന്ന സ്ഥലത്താണ്. പിന്നെ താഴോട്ട് ഇങ്ങനെ പൂക്കൾ വന്നിട്ട് പിന്നെ പക്ഷിയോലോട്ട് വരും, പിന്നെ നല്ല പക്ഷിയിലോട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു വെറൈറ്റി അല്ലേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. അതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. ഇനി പക്ഷികള് നമുക്ക് തല വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഈ പില്ലോ കവർ തിരിച്ചിട്ടാൽ ഈ ഡിസൈൻ കിട്ടും കേട്ടോ. നല്ല രസമല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് കളറില് നല്ല ഒരു റെഡ് കളർ ഒരു മിക്സ് ആയിട്ടുള്ള പൂവ്. എന്തായാലും നല്ല രസമാട്ടോ, നല്ല ലൈറ്റ് വെയിറ്റാ. വിരിച്ചിട്ട് ആ റൂമിൽ കയറി നന്നായിട്ട് ഓടി നടന്ന് നമുക്ക് നല്ല സന്തോഷം കിട്ടും കേട്ടോ. ഇത് അടുത്ത ഷീറ്റ്, ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നീലത്തില് ഉള്ള ഇല നന്നായിട്ട് നിൽക്കുന്നു. അതൊരു ട്രീ പോലെയാണ് നിൽക്കുന്നത്. പിന്നെ നല്ല ബ്ലൂ കളറിൽ ഒരു സൈഡിൽ ഒരു പൂവ്, പിന്നെ ഈ ഒരു പൂവ്. ഇത് കണ്ടോ എന്ത് രസമാണെന്നൊക്കെ, ഒരേ ഷീറ്റിൽ തന്നെ പല കളേഴ്സ്. പിന്നെ ഉള്ളത് ഇത് കണ്ടോ, വേറെ ഒരു കളറാണ്. നോക്കിക്ക്, പല കളേഴ്സിലുള്ള പൂച്ചെടികൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് പോലെ തോന്നും കേട്ടോ.
എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നിങ്ങൾ സങ്കല്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഇതിന്റെ പില്ലോ കവേഴ്സ് വന്നിട്ട് ഇതുപോലെ വരുവേ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി വന്നിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന മുഴുവനെ. കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ്. ഇനിയുള്ള ഷീറ്റ് ഈ ഒരു ഷീറ്റാട്ടോ, ഒരു വെറൈറ്റി ഷീറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് കേട്ടോ. പണ്ട് ഇതുപോലത്തെ ചുരിദാർ ഉണ്ടായിരുന്നു, നല്ല വൈറ്റ് കളർ. ഇതിനൊക്കെ നല്ല വലിയ വലിയ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലെ ഉള്ളവർക്ക് ഇതൊന്നും നേരെ വേഗമൊന്നും വരത്തില്ല. പക്ഷെ ഇതിന്റെ വൈറ്റ് കളറിൽ നല്ല ബ്ലാക്ക് കളറിലുള്ള ചുരിദാർ എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതുപോലെ നല്ല ബെഡ്ഷീറ്റുകളും ഒക്കെ ഇപ്പൊ കിട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കാണും, ചിലപ്പോൾ ഞാനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാട്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റി ഷീറ്റാണ്. ഇതൊക്കെ പ്രീമിയം എന്ന് പറയുമ്പം അതിന് പ്രീമിയം, ചില കോട്ടൺ നമ്മളിപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാലും ചില ആൾക്കാർ അത് പ്രീമിയം ആയിരിക്കത്തില്ല. പക്ഷെ മാഗ്നിസ്കേപ്സ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ പ്രീമിയം ബെഡ്ഷീറ്റ് എല്ലാം പ്രീമിയം തന്നെയായിരിക്കും. എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മീൻസ് ലൈക്ക് എൻ്റെ ബെഡ്ഷീറ്റ് നല്ല നല്ല കറക്റ്റ് സൈസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് പ്രീമിയം ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷ് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ വാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഈ ലിക്വിഡ് ഉണ്ടല്ലോ, സോപ്പിൻ്റെ വാഷിംഗ് സോപ്പിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ച് ലൈറ്റായിട്ട് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്. എന്നാൽ ഇതെല്ലാം ഒരുപാട് നാളും നന്നായിട്ട് നിൽക്കും, കളറൊന്നും ബ്ലീഡ് ആകത്തില്ല. പിന്നെ ഇതിനകത്ത് ഫെയ്ഡ് ആകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഫെയ്ഡ് ഇപ്പോൾ ഈ ചുരിദാർ ഇട്ടാലും 10 ദിവസം ഇട്ടാലും ഇത് ഫെയ്ഡ് ആവുമല്ലോ. ആ തുണിയെല്ലാം തന്നെ കുറേ നാളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫെയ്ഡ് ആവും. അതുപോലെ തന്നെയാണ് ബെഡ്ഷീറ്റും കേട്ടോ. ബെഡ്ഷീറ്റ് എന്നും ഒരുപോലെ ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ഞാൻ ആഗ്രഹിച്ചാലും നടക്കുന്ന കാര്യമല്ല. അപ്പം നല്ല ഭംഗിയായിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്നുള്ള കാര്യങ്ങൾ ഇന്ന് കമൻസിൽ വരും. ഇത് നെഗറ്റീവ് അല്ല, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറയുവാണ്. നല്ല ഭംഗിയായിട്ട് പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ്സ് ഒക്കെ ഫസ്റ്റ് വാഷ് ഐദർ ഡ്രൈ വാഷിന് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ട് നമ്മുടെ സോപ്പ് ഡിറ്റർജൻറ്റ് ഇടുക കേട്ടോ. നല്ല ഡിറ്റർജൻറ്റ് പൗഡർ അല്ല, ലിക്വിഡ്. അപ്പോൾ അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കണേ. ഇത് അടുത്ത ഷീറ്റ്. ഇതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ ഇതുപോലെയുണ്ട് കേട്ടോ. നല്ല വലിയ പില്ലോ കവേഴ്സാണ് ഇതിൻ്റെ കൂടെ എല്ലാം അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇനി എൻ്റെ ഫേവറേറ്റ് ഷീറ്റ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആയിട്ടുള്ള നല്ലൊരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവൻ കാണണം, മാഗ്നിസ്കേപ്സ് വരണം, ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാമോ? പിന്നെ എല്ലാവരും നമ്മുടെ പുതിയ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കാണണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ബെഡ്ഷീറ്റ്സ് ഒന്നുമല്ല, ബെഡ്ഷീറ്റ് കച്ചവടക്കാരി ടാനിയ എന്നുള്ളൊരു ചാനലാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കാം, നമുക്ക് ചിലതൊക്കെ ഇഷ്ടമാകും. അതിനകത്ത് പയ്യെ ഇഷ്ടമാകത്തുള്ളൂ, വേഗം എന്നെ ഇഷ്ടമാകത്തില്ല. അപ്പോൾ എല്ലാവരും മാഗ്നിസ്കേപ്സിൻ്റെ യൂട്യൂബ് വീഡിയോയിലുള്ള എല്ലാ ബെഡ്ഷീറ്റും നല്ലതായിട്ട് ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.